भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ഭാഗവതത്തിൽ അലിയാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സാഹിത്യം തീരയില്ല, കഥകൾ പറയവേ സംശയം തീരുകില്ല. സംഗീതം തോന്നുകില്ല, കവിതയുണരുവാൻ സംസ്കൃതം തീരയില്ല. എന്നിട്ടും നിന്റെ പുണ്യകഥകൾ പറയുവാൻ എത്തിയോരെൻ്റെയുള്ളിൽ. വാക്കായി നീ തന്നെയെത്തൂ പവനപുരപതേ. കൃഷ്ണ കാരുണ്യസിന്ധോ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 840 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 20 അധ്യായത്തിൽ 31 ശ്ലോകം മുതലാണ് നമ്മളിന്ന് അനുസ്മരിക്കുന്നത്. ഭഗവാൻ ഉദ്ധവനോട് പറയുന്നു എങ്ങനെയാണ് ഭജിക്കേണ്ടത്, അതുകൊണ്ടുള്ള ഫലം എന്താണ് എന്നൊക്കെ കാണിക്കുന്നതായിട്ടുള്ള രംഗം ആണ് കഴിഞ്ഞ ശ്ലോകത്തിൽ അനുസ്മരിച്ചത്. ഇപ്പം പറയുന്നു ഭിദ്യത്തെ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാ ക്ഷീയന്തേ ചാസ്യ കർമാണി മയി ദൃഷ്ടേ അഖിലാത്മനി. അഖിലാത്മനി മയി ദൃഷ്ടേ സതി. എല്ലാത്തിലും എന്നെ ആത്മസ്വരൂപനായി കാണുക. ആത്മസ്വരൂപനായിരിക്കുന്ന ഞാൻ ഭക്തനാൽ കാണപ്പെട്ടപ്പോൾ ഹൃദയഗ്രന്ഥി, ആ ഹൃദയബന്ധം അറ്റുപോകണു. സർവസംശയാഹ ഛിദ്യന്തേ, എല്ലാ സംശയങ്ങളും ഛേദിക്കപ്പെടുന്നു. അസ്യ കർമാണിച ക്ഷീയന്തേ, അവൻ്റെ കർമ്മങ്ങളും ക്ഷയിക്കുന്നുവെന്നാണ്. ഭക്തഹൃദയത്തിൽ പ്രകാശിക്കുന്ന എന്നെ അകക്കണ്ണുകൊണ്ട് ഭക്തൻ സാക്ഷാത്തായിട്ട് കാണുന്നു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ദേഹവുമായി ബന്ധപ്പെട്ട ദേഹഭാവസ്വരൂപമായ ഹൃദയഗ്രന്ഥി തകരുന്നു. അതേപോലെ അഴിക്കാൻ പ്രയാസമായ കെട്ടുപോലെ വിഷയങ്ങളും മനസ്സും തമ്മിൽ ചേർന്ന് കിടക്കുകയായിരുന്നു. ആ ചേർച്ച നശിക്കണു. ഹൃദയഗ്രന്ഥി നാശം എന്ന് പറഞ്ഞാൽ അതാണ്. ആ കെട്ട് അറ്റുപോയപ്പോൾ എന്തായി? എല്ലാ സംശയങ്ങളും നശിച്ചു. ഞാൻ ദേഹമാണോ ആത്മാവാണോ? ഞാൻ സ്വാതന്ത്ര്യമുള്ളവനാണോ? ഞാൻ പാരതന്ത്ര്യത്തിൽപ്പെട്ട് കിടക്കുകയാണോ? ഞാൻ നശിക്കുന്നവനാണോ? ഞാൻ നശിക്കാത്തവനാണോ? ഞാൻ സുഖമുള്ളവനാണോ? ഞാൻ ദുഃഖമുള്ളവനാണോ? ഇങ്ങനെ പല സംശയങ്ങളും നമ്മളെ ബാധിക്കാറുണ്ട്. പക്ഷേ എല്ലാ സംശയങ്ങളും അതോടുകൂടി ഇല്ലാതെയായിട്ട് തീരും.
തന്നെയുമല്ല, ഞാൻ കർത്താഭോക്താവെന്ന ബുദ്ധിക്ക് ആസ്പദമായ അഹങ്കാര ഗ്രന്ഥി ഇല്ലാതെയായപ്പോൾ സഞ്ചിത കർമ്മങ്ങളായിരുന്ന കയ്യിരിപ്പ് മുതലൊക്കെയും നശിച്ചു. ഇനി ദേഹമാകുന്ന ഈ വീട് കെട്ടിയുണ്ടാക്കാനുള്ള പണം കയ്യിലില്ലാത്ത അവസ്ഥയായി. അങ്ങനെ വരുമ്പോൾ ജീവനാകുന്ന ഗൃഹസ്ഥൻ തൻ്റെ മൂലകുടുംബത്തിൽ ചേർന്നതിനാൽ പ്രത്യേക വീടിൻ്റെ ആവശ്യമില്ലാതെ വരുന്നു. ആരായി മൂലകുടുംബം? അത് ഭഗവാൻ തന്നെ. അപ്പം പ്രാരബ്ധ കർമ്മശക്തി തീരുന്നതുവരെ ഈ ദേഹം നിലനിൽക്കും. ഫലം അനുഭവിച്ചു കഴിഞ്ഞാലോ ദേഹം നശിക്കുന്നു. അപ്പം സത്യനിലയിൽ പ്രാരബ്ധം അവസാനിച്ചു. ദേഹനാശം വരെ ഒരു നിഴൽ പോലെ അത് കാണപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കർമാണി എന്ന് പറഞ്ഞത്. കർമാണി, ആ കർമ്മങ്ങളും അവിടെ ക്ഷീയന്തേ, അതും ക്ഷയിക്കണു. എല്ലാ കർമ്മങ്ങളും തീരണു. തസ്മാൽ ഭക്തിയുക്തസ്യ യോഗിനോ വൈ മദാത്മനാ ന ജ്ഞാനം ന ച വൈരാഗ്യം പ്രായശ്രേയോ ഭവേദിഹ. തസ്മാൽ, അത് കാരണം, മദ്ഭക്തിയുക്തസ്യ, എന്നിൽ ഭക്തിയോടുകൂടി, മദാത്മനഃ, എന്നിൽ മനസ്സ് വെച്ചുകൊണ്ടിരിക്കുന്ന യോഗിക്ക്, ജ്ഞാനം, ആ പ്രകൃതി പുരുഷ വിഭാഗങ്ങളെ സംബന്ധിച്ച അറിവോ അല്ലെങ്കിൽ വൈരാഗ്യം, വിഷയവൈരാഗ്യമോ ആവശ്യമില്ല. ഇഹ, ഇതുകൊണ്ട് തന്നെ, ഏതുകൊണ്ട് തന്നെ, ഭക്തി കൊണ്ട് തന്നെ പരമമായ ഫലം ലഭിക്കും. ശ്രേയ, ആ പരമമായ ശ്രേയസ് ഉണ്ടാവും. അപ്പോൾ ഓരോന്നിന് അധികാരികൾ എന്ന് ജ്ഞാനകർമ്മ ഭക്തിയോഗങ്ങളുടെ അധികാരികളെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഭക്തിക്ക് മറ്റ് യോഗങ്ങളുടെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. ഭക്തിയോഗമാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞ് ഭഗവാൻ ഈ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. എന്നിൽ ഭക്തിയോടുകൂടി, എന്നിൽ തന്നെ മനസ്സ് ചേർത്ത് വെച്ച് അങ്ങനെ ഇരിക്കുന്ന യോഗിക്ക് ഇനി ജ്ഞാനമോ വൈരാഗ്യമോ അഭ്യസിച്ചുണ്ടാക്കേണ്ട കാര്യമില്ല എന്നാണ്. ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് രണ്ടും താനേ സിദ്ധിക്കും. ഭക്തിയുടെ മക്കളാണ് ജ്ഞാനവൈരാഗ്യങ്ങൾ, അല്ലേ? അപ്പോൾ ഭക്തിയാകുന്ന അമ്മ ആ മാതൃഭാവത്തെ ഉള്ളിൽ ചേർക്കാൻ സാധിച്ചാൽ പുത്രത്വേന നിലനിൽക്കുന്ന ഭക്തിയും ജ്ഞാനവും അവിടെ സ്വാഭാവികമായി വന്നു ചേരും. അതുകൊണ്ട് പരമഫലം ഭക്തിയിലൂടെ അനായാസേന നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഭഗവാൻ പറഞ്ഞു, യത് കർമ്മഭിർയത് തപസാ ജ്ഞാനവൈരാഗ്യതശ്ചയൽ യോഗേന ദാനധർമ്മേണ ശ്രേയോഭിരിതരൈരപി സർവം മദ്ഭക്തിയോഗേന മദ്ഭക്തോ ലഭത്തെ അഞ്ജസാ സ്വർഗാപവർഗം മദ്ധാമ കഥഞ്ചിൽ യതി വാഞ്ചതി. രണ്ട് ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് അതിൻ്റെ അർത്ഥം പറയണത്. കർമ്മഭി തപസ ജ്ഞാനവൈരാഗ്യത ച യോഗേന ദാനധർമ്മേണ ഇതരൈ ശ്രേയോഭി അപി. കർമ്മഭി, കർമ്മങ്ങൾ കൊണ്ടും തപസ്സുകൊണ്ടും ജ്ഞാനവൈരാഗ്യങ്ങൾ കൊണ്ടും യോഗം കൊണ്ടും ദാനധർമ്മങ്ങൾ കൊണ്ടും ഇതരൈ ശ്രേയോഭി അപി, അന്യങ്ങളായ ശ്രേയസാധനങ്ങൾ കൊണ്ടും സ്വർഗാപവർഗം, സ്വർഗം മോക്ഷം, മദ്ധാമഹ എൻ്റെ ധാമം ആ വൈകുണ്ഠം, യത് കഥഞ്ചിൽ വാഞ്ചതി യതി ഇതിൽ ഏതിനെയെങ്കിലും ഏതെങ്കിലും സമയത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ സർവം മദ്ഭക്ത മദ്ഭക്തിയോഗേന അഞ്ജസ ലഭത്തെ എൻ്റെ ഭക്തന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ ഭക്തിയോഗം കൊണ്ട് ലഭിക്കണു എന്നാണ്. യാഗാദി കർമ്മങ്ങൾ കൊണ്ടും തപസ്സുകൊണ്ടും വിഷയ വൈരാഗ്യം കൊണ്ടും അഷ്ടാംഗയോഗം കൊണ്ടും ദാനം കൊണ്ടും ധർമ്മം കൊണ്ടും തീർത്ഥയാത്ര കൊണ്ടും വ്രതാനുഷ്ഠാനം കൊണ്ടും ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾ കൊണ്ടൊക്കെ എന്തൊക്കെ ഫലം ലഭിക്കുമോ അതൊക്കെ ഭക്തി കൊണ്ട് എൻ്റെ ഭക്തൻ നിഷ്പ്രയാസം നേടിയെടുക്കണു. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്തന് സ്വർഗമോ അല്ലെങ്കിൽ മോക്ഷമോ വൈകുണ്ഠമോ ഏതു വേണമെന്ന് ആഗ്രഹിച്ചാലും അത് അഞ്ജസ അനായാസേന ലഭിക്കും. പക്ഷേ എൻ്റെ ഭക്തൻ്റെ അവസ്ഥ എന്താ? ന നാഗപൃഷ്ഠം ന ച പാരമേഷ്ഠ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീരപുനർഭവം വാ. ഭക്തന് നാഗപൃഷ്ഠം സ്വർഗം വേണ്ട,
അതേപോലെ നാഗപൃഷ്ഠം എന്ന് വെച്ചാൽ പാരമേഷ്ട്യ പദവി വേണ്ട, സാർവഭൗമത്വം വേണ്ട, ഇങ്ങനെ മുക്തി പോലും വേണ്ടാത്ത ആളാണ് എൻ്റെ ഭക്തൻ. പക്ഷേ ആ ഭക്തന് ആഗ്രഹിച്ചാൽ ഇതൊക്കെ കിട്ടും, ആഗ്രഹിക്കില്ല എന്നുള്ളതാണ്. ന കിഞ്ചിൽ സാധവോ ധീര ഭക്താഹ്യേകാന്തിനോ മമ വാഞ്ചന്ത്യപി മയാ ദത്തം കൈവല്യമപുനർഭവം. സാധവ സജ്ജനങ്ങൾ, സാധുക്കൾ, ധീരാഹ മനസ്സിനുറപ്പുള്ള ആളുകൾ, ഏകാന്തിനഹ അന്യനെ ആശ്രയിക്കാത്തവർ ആയ മമ ഭക്ത എൻ്റെ ഭക്തന്മാര് മയാ ദത്തം അപുനർഭവം എന്നാൽ നൽകപ്പെടുന്ന ആ രണ്ടാമത് ജന്മമില്ലാത്ത പുനരഭിജനനം പുനരഭിമരണം എന്ന നിലയില്ലാത്ത മോക്ഷത്തിലേക്ക്, ആ കൈവല്യമപി ആ മോക്ഷത്തെ പോലും ന കിഞ്ചിൽ വാഞ്ചതി ഒരിക്കലും അല്പം പോലും അവര് ആഗ്രഹിക്കില്ല. സദാചാരം കൊണ്ട് മനഃശുദ്ധി വന്ന് വിഷയാശയില്ലാതെ എന്നിൽ മനസ്സ് ഉറപ്പിക്കുന്ന ഭക്തന്, എന്നെ മാത്രം ആശ്രയിക്കണു, മറ്റൊരാളെയും ആശ്രയിക്കാത്ത എൻ്റെ ഭക്തന്, ഞാനാണ് ഏകാവലംബം എന്ന് കരുതുന്ന എൻ്റെ ഭക്തന്, ആ പ്രിയ ഭക്തന്മാര് ഒരിക്കലും ഒന്നും ആഗ്രഹിക്കില്ല. അവർക്ക് എന്തേ വേണ്ടു? അവർക്ക് മോക്ഷം പോലും വേണ്ട. അവരെന്താ പ്രാർത്ഥിക്കണത്? ഭക്തിയെ തന്നാലും ഭക്തിയെ തന്നാലും ഭക്തിയൊഴിച്ചൊന്നും വേണ്ടേ വേണ്ട കൃഷ്ണ ത്വത്പാദ ഭക്തിയൊഴിച്ചൊന്നും വേണ്ടേ വേണ്ട എന്നാണ് അവർ ആഗ്രഹിക്കുക. അപ്പോൾ പരമപ്രേമലക്ഷണമായ ഭക്തി ഉണ്ടാകണം എന്ന് മാത്രമേ അവർക്ക് ആഗ്രഹമുള്ളൂ. ഭഗവാന് സുഖമുണ്ടാവണമെന്ന് മാത്രമേ അവർക്ക് ആഗ്രഹമുള്ളൂ. അവർ അവരുടേതായിട്ടുള്ള ചിന്തകളിൽ നിന്നൊക്കെ വിട്ട് ഭഗവാന് ആത്മസമർപ്പണം ചെയ്ത ആളുകളാണ്. നൈരപേക്ഷ്യം പരം പ്രാഹുർ നിശ്രേയസമനൽപകം തസ്മാൻ നിരാശിഷോ ഭക്തിർ നിരപേക്ഷസ്യ മേ ഭവേൽ. നൈരപേക്ഷ്യം ഒന്നിനെയും അപേക്ഷിക്കാത്തതായ നില, അതിനാണ് നൈരപേക്ഷ്യം എന്ന് പറയുക. അനൽപകം അല്പമല്ലാത്തതും പരം ശ്രേഷ്ഠവുമായ നിശ്രേയസം ശ്രേയസ് എന്ന് പറയുന്നു. തസ്മാൽ അതുകൊണ്ട് നിരാശിഷ വിഷയാശയില്ലാത്ത നിരപേക്ഷസ്യ ആ നിരപേക്ഷന് മേ ഭക്തി ഭവേൽ എൻ്റെ പേരിൽ പരമമായ സ്നേഹം ഭക്തി പ്രേമം ഉണ്ടാവുന്ന. ഭക്തന് ജ്ഞാനവൈരാഗ്യങ്ങൾ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതില്ല എന്നാണ്. കാരണം ജ്ഞാനവൈരാഗ്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. പരമഫലം കൊടുക്കാൻ ഭക്തിയോളം മറ്റൊന്നിനും സാധിക്കില്ല. ഭക്തി ഉണ്ടാകുമ്പോൾ മറ്റു വിഷയങ്ങളിലുള്ള ആശ ഇല്ലാതെയായിട്ട് തീരും. അത് സ്വഭാവമാണ്. ഒരു ഉത്കൃഷ്ട വസ്തുവിൽ ആഗ്രഹം വരുമ്പോൾ നികൃഷ്ട വസ്തുക്കളെയൊക്കെ ഉപേക്ഷിക്കാൻ തോന്നും. അത് സ്മരണയിൽ പോലും വരില്ല. ഇത് സാധാരണ ഒരു ജീവൻ്റെ ധർമ്മമാണ്. അപ്പം സർവാത്മാവായ ഭഗവാനിൽ ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റ് വിഷയങ്ങളിൽ ഒന്നിലും തന്നെ ആ ഭക്തന് താല്പര്യമില്ലാതെയായിട്ട് തീരും. അങ്ങനെ ഒന്നിനെയും ആഗ്രഹിക്കാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് നൈരപേക്ഷ്യം എന്ന് പറയുന്നത്. അതാണ് പരമമായ ശ്രേയസ്. അതുകൊണ്ട് യാതൊന്നിനെയും അപേക്ഷിക്കാത്തവന് ഭഗവാനിൽ ഭക്തി ഉണ്ടാവണു. ഭഗവാനിൽ ഭക്തിയുള്ളവന് മറ്റ് വിഷയങ്ങളിൽ താല്പര്യമില്ലാതെയായിട്ട് തീർന്നു. അങ്ങനെയാണ് പരമമായ ശ്രേയസ് ഭക്തന് ലഭിക്കുന്നത്. ഭഗവാൻ തുടർന്ന് പറയുകയാണ്, നമയ്യേകാന്ത ഭക്താനാം ഗുണദോഷാദ്ഭവാ ഗുണ സാധൂനാം സമചിത്താനാം ബുദ്ധേ പരമുപേയുഷാം. മയി ഏകാന്ത ഭക്താനാം എന്നിൽ ഉറച്ച ഭക്തിയുള്ളവരും സമചിത്താനാം സമമായ മനസ്സ് ഉറച്ചവരും ബുദ്ധേ പരം ബുദ്ധിയിൽ നിന്ന് ഭിന്നമായ ആത്മാവിനെ ഉപേയുഷാം പ്രാപിച്ചവരുമായ സാധൂനാം സജ്ജനങ്ങൾക്ക്, സാധുക്കൾക്ക്, ഭക്തന്മാർക്ക് ഗുണദോഷോദ്ഭവ ഗുണ അപ്പോൾ വിഹിത നിഷിദ്ധ കർമ്മങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന
പുണ്യപാപ ഗുണങ്ങൾ അവർക്കുണ്ടാവില്ല എന്ന് ചുരുക്കം. ഭഗവാനിൽ ദൃഢഭക്തിയുള്ള ഭക്തന്റെ അവസ്ഥ എന്താ? എല്ലാത്തിനെയും സമമായി കാണും. അങ്ങനെ എന്നെ നന്നായി അറിഞ്ഞിരിക്കണു, ഞാനും അങ്ങനെ തന്നെയാണ്, എല്ലാത്തിനെയും ഒരേപോലെ കാണുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് രാഗദ്വേഷാദി വൃത്തികളൊക്കെ അവരെ വിട്ടുപോകും. ബുദ്ധി തത്വത്തിനും ആ പ്രവേശിക്കാൻ കഴിയാത്ത പരമതത്വമായി ഭവിച്ചവരായ സാധുക്കൾക്ക് സൽക്കർമ്മ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ആ പുണ്യപാപങ്ങൾ അവർക്ക് ഉണ്ടാവില്ല എന്ന് ഭഗവാൻ ഉറപ്പിച്ച് പറയുന്നു. ഭഗവാൻ സമർപ്പിക്കുകയാണ്. ഏവമേതാൻ മയാദിഷ്ടാനനുതിഷ്ഠന്തി മേ പഥാ ക്ഷേമം വിന്ദന്തി മത്സ്ഥാനം യദ്ബ്രഹ്മ പരമം വിദു മേ പഥാ. ഇവിടെ പറയുകയാണ്, ഏവം മയാ ആദിഷ്ടാൻ ഏതാൻ മേ പഥാ. ഇപ്രകാരത്തിൽ എന്നാൽ പറയപ്പെട്ട എൻ്റെ ഈ മാർഗങ്ങളെ എന്നാണ്. ഏതാൻ മേ പഥ, എൻ്റെ ഈ മാർഗങ്ങളെ അനുതിഷ്ഠന്തി, ആരാണോ അനുസരിക്കുന്നത്, ക്ഷേമം മത്സ്ഥാനം, ഭയരഹിതമായിരിക്കുന്ന എൻ്റെ ലോകത്തിലേക്ക് അവർ എത്തിച്ചേരുന്നു. യത് പരമം ബ്രഹ്മ തത് വിദു, യാതൊന്ന് പരബ്രഹ്മം അതിനെ അറിയണു. അപ്പോൾ ഞാൻ ഉപദേശിച്ച ഉദ്ധവ, ഞാൻ അങ്ങയ്ക്ക് ഉപദേശിച്ചു തന്നൂലോ ഈ കാര്യങ്ങൾ, 3 തരത്തിലുള്ള ആ യോഗങ്ങളെക്കുറിച്ച്, യോഗത്രയങ്ങളെക്കുറിച്ച്. അപ്പോൾ ആദ്യം കർമ്മയോഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നു, അതിനുശേഷം ജ്ഞാനയോഗത്തെ പറഞ്ഞു തന്നു, ഇപ്പോൾ ഇതാ ഭക്തിയോഗത്തെയും പറഞ്ഞു തന്നു. അപ്പോൾ കർമ്മയോഗം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? വിഷയാസക്തിയുള്ള ആളുകളെ ആ വിഷയങ്ങൾ നന്മയിലേക്കും ആ വിഷയങ്ങളെ നന്മയിലേക്ക് കൊണ്ടുവന്ന് ആ വിഷയങ്ങളെയും ഉപേക്ഷിക്കാവുന്ന തരത്തിലേക്കും എത്തുക. അതിനുവേണ്ടിയാണ് കർമ്മയോഗം എന്ന് പറഞ്ഞത്. 3ൻ്റെയും ലക്ഷ്യം ഭഗവാന്റെ പദപ്രാപ്തി തന്നെയാണ്. എന്നാൽ വിരക്തി വരാത്ത ആളുകൾക്ക് കർമ്മയോഗമേ സാധിതമാവുകയുള്ളൂ എന്നാണ്. എന്നാൽ വിരക്തി വന്ന ആളുകൾക്കോ, മറ്റ് വിഷയങ്ങളിൽ താല്പര്യമില്ലാതെ വന്നു ഒരാൾക്ക്, എങ്കിൽ അയാൾക്ക് യോജിച്ചത് ഏത് യോഗമാണ്? അതാണ് ജ്ഞാനയോഗം എന്ന് പറയുന്നത്. എന്നാൽ പരിപൂർണമായ വിരക്തി വന്നിട്ടില്ല, പൂർണ്ണമായ ആസക്തിയുമില്ല, അങ്ങനെയുള്ള ആളുകളുണ്ട്. പൊതുവിൽ സാധാരണ ആളുകളൊക്കെ ഈ തലത്തിൽ പെടുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും അവർക്ക് ഗുണകരമായി നിൽക്കുന്നത് ഭക്തിയോഗമാണ്. പൊതുവിൽ ലോകത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും യോജിച്ചത് ഭക്തിയോഗമാണ്. ഭക്തിയോഗത്തിൻ്റെ പ്രത്യേകത എന്താ? അവിടെ ഭഗവാന്റെ നാമം ജപിക്കുക. വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന്ന സ്മൃത്യാം ശിരസ്തവ നിവാസജഗൽ പ്രണാമേ ദൃഷ്ടിസ്സതാം ദർശനേസ്തു ഭവത്തനൂനാം. ദശമസ്കന്ധത്തിൽ അവിടെ ആ ഭഗവാന്റെ അത്ഭുതകരമായ ഉലൂഖല ബന്ധനം എന്ന ആ രംഗം വർണ്ണിച്ചതിന് ശേഷം ഒരലുമായി പുറത്തേക്ക് ഇറങ്ങുന്ന ഭഗവാൻ 2 മരുതുവൃക്ഷങ്ങളെ തട്ടി താഴെയിട്ട് അതിൽ നിന്ന് കുബേരപുത്രന്മാരായ നളകൂപരനും മണിഗ്രീവനും വന്ന് ഭഗവാനെ സ്തുതിക്കുമ്പോൾ ഉള്ള ആ ശ്ലോകം, വാണീ ഗുണാനുകഥനേ. വാക്കുകൾ എന്തിനാ? ഭഗവാന്റെ ഗുണഗണങ്ങളെ പാടാൻ വേണ്ടിയിട്ടാണ്. ശ്രോത്രേന്ദ്രിയങ്ങൾ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും, മനസ്സ് ഭഗവാനെക്കുറിച്ച് സ്മരിക്കാൻ വേണ്ടിയിട്ടാണ്, കൈകൾ അവിടുത്തേക്ക് അർച്ചന ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? കണ്ണുകൾ എന്തിനാണ് കണ്ണാ? കണ്ണെന്തിനാ കണ്ണാ? കണ്ണെന്തിനാ? കണ്ണ് കണ്ണനെ കാണാൻ വേണ്ടിയിട്ടാണ്. കാത് കണ്ണൻ്റെ കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. കാലുകൾ ഭഗവാന് പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ഈ 11നെയും ഭഗവാനിലേക്ക് തിരിച്ചു വയ്ക്കുക. ഇത് തന്നെയാണ് ഭക്തിയോഗം എന്ന് പറയുന്നത്. അപ്പോൾ പറയുകയാണ്, ഞാൻ പറഞ്ഞു തന്ന ഈ മാർഗങ്ങൾ, എൻ്റേതായിട്ടുള്ള ഈ മാർഗങ്ങൾ ആരാണോ കേൾക്കുന്നത്, ആരാണോ അനുമോദിക്കുന്നത്, ആരാണോ അതിനെ അനുസരിക്കുന്നത്, അവർക്ക് കാലഭയം ഉണ്ടാവില്ല.
എൻ്റെ ശക്തിവിശേഷമായ മായയിൽ നിന്ന് പേടി ഉണ്ടാവില്ല, മായ അവരെ ബാധിക്കില്ല. അങ്ങനെ അവർ പരമശ്രേയസ്സായിരിക്കുന്ന പരമക്ഷേമകരമായിരിക്കുന്ന എൻ്റെ സ്ഥാനത്തിലേക്ക്, വൈകുണ്ഠലോകത്തിലേക്ക് അവർ എത്തിച്ചേരുന്നു. കുണ്ഠിതങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, പുനരാവർത്തിരഹിതമായ, വീണ്ടും ഒരു തിരിച്ചുവരവ് ആവശ്യമില്ലാത്ത എൻ്റെ ലോകത്തിലേക്ക്, വൈകുണ്ഠലോകത്തിലേക്ക് അവർ എത്തിക്കുന്നു. അവർ എത്തുക മാത്രമല്ല, ആ പരബ്രഹ്മത്തെ അവർ വേണ്ടതുപോലെ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യും എന്ന് ഭഗവാൻ ഉപദേശിക്കുന്നിടത്താണ് ഏകാദശ സ്കന്ധത്തിലെ 20-ാമത്തെ അധ്യായം ജീവൻ മുക്തി നിരൂപണ പ്രകരണത്തിൽ ഭക്തിയാദി യോഗത്രയ നിരൂപണം. ഭക്തി തുടങ്ങിയ യോഗത്രയങ്ങൾ, ഭക്തി, ജ്ഞാനം, വൈരാഗ്യം, അതിനെക്കുറിച്ചുള്ള നിരൂപണമാണ് കഴിഞ്ഞ ഈ സമർപ്പണമായിരിക്കുന്ന 20-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അനുസ്മരിച്ചത്. നാളെ നമുക്ക് 21-ാമത്തെ അധ്യായത്തിലേക്ക് എത്താം. ഇവിടെ ഗുണദോഷങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ കേട്ടതാണ് 3 യോഗങ്ങൾ: ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം. അപ്പം ജ്ഞാനിക്കും ഭക്തനും ഗുണദോഷഭേദബുദ്ധി അവസാനത്തിൽ ഇല്ലാതെയായിട്ട് തീരുന്നു. കർമ്മം അഭ്യസിക്കുന്നവർക്കോ ആദ്യത്തിൽ ഗുണദോഷഭാവന ഉണ്ടാവും. അതുകൊണ്ട് നിത്യനൈമിത്തിക കർമ്മങ്ങൾ ചിത്തശുദ്ധികരങ്ങളായതുകൊണ്ട് ഗുണകർമ്മങ്ങളെന്നും, അവയെ ഉപേക്ഷിക്കുക, നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യുക, ഇത് രണ്ടും അശുദ്ധികരമായതുകൊണ്ട് അത് ദോഷങ്ങളാണെന്നൊക്കെ തോന്നൽ ഉണ്ടാവും എന്ന് പറയണം. അപ്പം അങ്ങനെ ആ രീതിയിൽ ഗുണങ്ങളെയും ദോഷങ്ങളെയും വിവരിക്കുന്നു. മനുഷ്യജന്മത്തിൻ്റെ വിശേഷതയെ ആലോചിക്കാതെ കേവലം ബഹിർമുഖന്മാരായിരിക്കുന്നവരുടെ സ്ഥിതി വളരെ താണനിലയിലാണ് എന്നൊക്കെ പറഞ്ഞാണ് ഭഗവാൻ നാളെ ആ 21-ാമത്തെ അധ്യായം നമുക്ക് പറഞ്ഞു തരിക. അതിലേക്ക് എല്ലാവരെയും സാദരം ക്ഷണിച്ചും കൊണ്ട് ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിയോം. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരി
ശ്രീപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം
ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.